ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇരുമ്പംപുളി വീഡിയോ പാർട്ട് 2 ആട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പംപുളിയുടെ അച്ചാറാണ്. അപ്പോൾ ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഇരുമ്പംപുളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഇവിടെ തന്നെ ഉണ്ടായ ഇരുമ്പംപുളി ആട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്യാണ്. നമ്മുടെ കറുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പച്ച ഇരുമ്പംപുളി ആട്ടോ. പഴുത്തതെടുക്കാൻ ശ്രമിക്കരുത്, അത്യാവശ്യം പച്ചയായിട്ടുള്ള എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അത് ഞാനിങ്ങനെ 4 ആയിട്ട് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സായിട്ട് ഞാനിങ്ങനെ അരിയാണ്. അപ്പോൾ ഏകദേശം എനിക്ക് ഈ ഒരു ബൗള് നിറച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ അത്രയും രീതിയിൽ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഉപ്പിട്ടിട്ട് അത്യാവശ്യം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിട്ട് 1 മണിക്കൂറെങ്കിലും വെയിലത്ത് വയ്ക്കുക. അതൊരു മിനിമമാണ് കേട്ടോ. മിനിമം 1 മണിക്കൂറെങ്കിലും വെയിലത്ത് വയ്ക്കുക. നന്നായിട്ട് മിക്സാക്കിയിട്ട് ഞാൻ 1 മണിക്കൂർ വെയിലത്ത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വെയിലത്തു നിന്നൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇത് കളറൊക്കെ ഒന്ന് മങ്ങി ഇതേപോലെ ഇരിക്കും കാണാൻ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 3 സ്പൂൺ വിനാഗിരി അഥവാ സുർക്ക എന്നൊക്കെ പറയും, അത് ഒഴിക്കുക. എന്നിട്ട് അത്യാവശ്യം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അത് തിളച്ച് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു ചട്ടി പാൻ എടുത്തിട്ട് ഞാനതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ നല്ലെണ്ണ ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ മൺചട്ടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുകും അതേപോലെ തന്നെ ഉലുവയും ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടി വരണം. ഒരു സ്പൂൺ കടുവയും 1 സ്പൂൺ ഉലുവയും മതിയാവും. നന്നായിട്ട് പൊട്ടി വരും. പൊട്ടി വന്നതിന് ശേഷം നമുക്ക് 2 വറ്റൻമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വരട്ടെ. വാടി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ എമൗണ്ട് കുറക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം. കാരണം ഈ അച്ചാറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇഞ്ചിയുടെ അളവ് കുറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 വലിയ ചുള വെളുത്തുള്ളി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി എന്തോരം കൂടിയാലും നല്ലതാണ്. കാരണം വെളുത്തുള്ളി കുറച്ച് ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത് ഈ അച്ചാറിന് പ്രത്യേക ടേസ്റ്റ് തരും. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറേ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഒന്ന് ജസ്റ്റ് വാടുന്ന വരെ സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൻ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ഇവിടെ തന്നെ മുളക് പൊടിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. വെയിലത്ത് വെച്ച് നന്നായിട്ട് പൊടിച്ച് ഉണക്കി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊരു 6-7 സ്പൂണോളം ഇട്ട് കൊടുക്കുക. കാരണം കുറച്ച് മുന്തി നിൽക്കുന്നത് നല്ലതാണ്. ഞാൻ വറ്റമുളക് പൊടിച്ചതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത്. കാശ്മീരി ആണെങ്കിൽ അത്രയും നല്ലത്. ഞാനത് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 6-7 സ്പൂണോളം വറ്റൻമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇനിയും ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു സ്പൂൺ അളവിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വെയിലത്ത് വെച്ച് ഉണക്കിയ ചെമ്മീൻ പുളിയില്ലേ, അതായത് ഇരുമ്പും പുളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ തന്നെ ഇറങ്ങി വരുന്ന വെള്ളമാണ്, അത് നിങ്ങൾ കളയരുത്. അത് ഈ ചട്ടിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ഉണക്കാൻ വെക്കുമ്പോൾ 1 മണിക്കൂർ ഉണക്കാൻ വയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില്ല് പാത്രത്തിൽ ഉണക്കാൻ വയ്ക്കുക. അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലൊക്കെ ആകുമ്പോൾ
ഇരുമ്പൻ പുളിയുടെ കറ വന്ന് വീണ് സ്റ്റീൽ പാത്രം വൃത്തികേടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ചില്ല് പാത്രത്തിൽ ഉണക്കാൻ വയ്ക്കുക. ഒരു ഏകദേശം 1 മണിക്കൂറെങ്കിലും ഉപ്പിട്ട് ഉണക്കാൻ വെക്കണം കേട്ടോ വെയിലത്ത്. എന്നിട്ട് അതിൽ തന്നെ ഒരു വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തോട് കൂടി നമ്മൾ ഇരുമ്പൻ പുളി ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ചെമ്മീൻമുള്ളി നന്നായിട്ട് അവിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് എല്ലാ ഗ്രേവിയും കൂടി സോട്ടായാൽ മാത്രം മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1.5 സ്പൂൺ കായവും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ അച്ചാറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്മിലാക്കി ഇടുക കേട്ടോ. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ച് മുളക് പൊടി പോരാന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വിനാഗിരിയും സുർക്കയും കൂടിയും തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ആഡ് ചെയ്യാം. ഈ സ്റ്റെപ്പ് ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാം. കുറേ നാൾക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്യുന്നത്. വിനാഗിരി യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പുറത്താണ് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു കുറച്ചും കൂടിയും വെള്ളം ഗ്രേവി നമുക്ക് കിട്ടും അച്ചാറിന് ഈ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്യുമ്പോൾ. ഇനി നമ്മുടെ അച്ചാറിന് മെയിൻ ടേസ്റ്റ് നൽകുന്ന ഒരു സംഭവമാണ്, ഒരു ടിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. മോസ്റ്റ് ഓഫ് ദി അച്ചാറിൽ നമ്മൾ ആഡ് ചെയ്യുന്നൊരു സംഭവമാണ് നമ്മുടെ ശർക്കര. ഒരു 1.5 സ്പൂൺ അല്ലെങ്കിൽ ഒരു വലിയ സ്പൂൺ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതൊരു എന്താ പറയുക, ആ അച്ചാറിൽ കുറച്ച് മധുരം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് തരാം. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ ഒരു 2 കണ്ടെയ്നറിൽ എനിക്ക് അച്ചാർ ഇട്ടിട്ടുണ്ട്. അവസാനം കുറച്ച് നല്ലെണ്ണ മുകളിൽ